പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിൽ ഒന്നായിരുന്നു ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനം എന്നത്. ചലച്ചിത്ര അക്കാദമിയുടെ അമരത്തേക്ക് രഞ്ജിത്ത് കടന്നു വന്നതോടുകൂടി ചില വിമർശനങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യം ആണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് വിവാദ ഘട്ടങ്ങളിൽ അടക്കം രഞ്ജിത്തിനെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന നിലപാട് പിണറായി വിജയൻ സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളതായിരുന്നു ആ വിമർശനം. അതിനിടെയായിരുന്നു ഗുരുതരമായ ആരോപണം ബംഗാളി നടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ആ ആരോപണത്തെ തുടർന്ന് പിന്നീട് രഞ്ജിത്തിന് തലസ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടതായി വന്നു. പിന്നീട് പ്രേംകുമാർ ആയിരുന്നു താൽക്കാലികമായെങ്കിലും അക്കാദമിയുടെ ചെയർമാൻ എന്ന തരത്തിലുള്ള ചുമതല നിർവഹിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പ്രേംകുമാറിന്റെ രാഷ്ട്രീയ നിലപാടുകളിലെ വ്യതിയാനം അത് വീണ്ടും സർക്കാരിന് ചൊടിപ്പിച്ച പശ്ചാത്തലമുണ്ടാകുന്നു. പ്രത്യേകിച്ച് ആശാവർക്കർമാരുടെ സമരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഏറ്റവും ഒടുവിൽ റസൂൽ പൂക്കുട്ടിയെ ആയിരുന്നു ഈ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് സംസ്ഥാന സർക്കാർ നിയോഗിച്ചത്. എന്നാൽ ഭരണം മാറിയതോടുകൂടി റസൂൽ പൂക്കുട്ടി സ്ഥാനം ഒഴിയുകയും ചെയ്തു. അപ്പോൾ ഇനി ആരാകും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് വരിക എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. അവിടെ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ വിവാദങ്ങൾ കൂടി രൂപപ്പെട്ട പശ്ചാത്തലത്തിൽ സർക്കാർ സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുകയും വിവാദങ്ങളിൽ പെടാൻ സാധ്യത ഇല്ലാത്തതുമായ പേരുകൾക്ക് പരിഗണന നൽകുന്നു എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയമനം നടക്കും എന്ന സൂചനകളും വരുന്നുണ്ട്. കാരണം ഇപ്പോൾ തന്നെ രാജ്യാന്തര തലത്തിൽ അറിയപ്പെടുന്ന ചലച്ചിത്രമേളകളിൽ ഒന്നായി തിരുവനന്തപുരത്തെ ചലച്ചിത്രമേളയടക്കം മാറിയിട്ടുണ്ട്. അതിൻ്റെ സംഘാടനം, മുന്നോട്ടു പോക്ക് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളൊപ്പം സിനിമാ മേഖലയിൽ തന്നെ ഒട്ടേറെ വിവാദ വിഷയങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അക്കാദമിയുടെ ചെയർമാനെ നിശ്ചയിക്കും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതിലേക്ക് ഉയർന്നു വരുന്ന പേരുകൾ ഏതൊക്കെയാണ്, എന്താണ് സാധ്യത എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഡാൻ കുര്യൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അതിനു മുമ്പ് ഞാൻ ആ പേരുകളിലേക്ക് വളരെ പെട്ടെന്ന് പോകുന്നത്, ഇപ്പോൾ പ്രഥമ പരിഗണന ചെയർമാൻ സ്ഥാനത്തേക്ക് ലഭിക്കുന്നത് ജോയ് മാത്യു എന്ന സിനിമാ പ്രവർത്തകനാണ് എന്നുള്ളതാണ്. അദ്ദേഹം ചലച്ചിത്ര സംവിധായകനാണ്, നടനാണ്, തിരക്കഥാകൃത്താണ്, ഒപ്പം നാടകരംഗത്ത് ഉൾപ്പെടെയുള്ള പ്രവൃത്തി പരിചയം ഉണ്ട്. ഒപ്പം സാംസ്കാരിക വേദികളിലെ നിലവിലെ നിറസാന്നിധ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ജോയ് മാത്യു എന്നുള്ളതാണ്. വളരെ കൃത്യമായ ചില രാഷ്ട്രീയ നിലപാടുകളും തൻ്റെതായ അഭിപ്രായങ്ങളും എല്ലാ വിഷയങ്ങളിലും പ്രകടിപ്പിക്കാറുള്ള ജോയ് മാത്യു പലപ്പോഴും UDF അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമാകുന്ന നിലപാടുകൾ ആണ് സ്വീകരിച്ചിട്ടുള്ളത്. LDF സർക്കാരിൻ്റെ വലിയൊരു വിമർശകൻ കൂടിയായ ജോയ് മാത്യു അക്കാദമി ചെയർമാനായി വരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അത്തരം ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നതാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം. മറ്റൊന്ന് ദീപു കരുണാകരന്റെ പേരാണ്. സംവിധായകനും എഴുത്തുകാരനും നിർമ്മാതാവും നടനുമാണ് ദീപു കരുണാകരൻ. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് പാരമ്പര്യം ഉള്ള സിനിമാ പ്രവർത്തകൻ കൂടിയാണ് ദീപു കരുണാകരൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിലും സജീവമായി പരിഗണിക്കപ്പെടുന്ന പേരുകളിലും ഒന്ന് ദീപു കരുണാകരൻ്റേത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം സൂചിപ്പിച്ചു കഴിഞ്ഞ ഒരു പേരാണ് പ്രേംകുമാറിൻ്റേത്. അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയുടെ മുൻ വൈസ് ചെയർമാൻ ആയിരുന്നു. ഒപ്പം രഞ്ജിത്ത് സ്ഥാനമൊഴിഞ്ഞ സമയത്ത് താൽക്കാലികമായ ചെയർമാന്റെ ചുമതല വഹിച്ചിരുന്നു. സാംസ്കാരിക വേദികളിൽ ഇപ്പോഴും സജീവ സാന്നിധ്യമാണ്. രാഷ്ട്രീയ വിഷയങ്ങളിലടക്കം തൻ്റെതായ നിലപാട് സ്വീകരിക്കുന്ന ഒരാൾ കൂടിയാണ്. എന്തായാലും ഈ ചലച്ചിത്ര അക്കാദമിയിൽ തന്നെ പ്രവർത്തിച്ചുള്ള പാരമ്പര്യവും ഇപ്പോഴത്തെ നിലപാട് മാറ്റവും അത് എത്രത്തോളം പ്രേംകുമാറിന് അനുകൂലമാകും എന്നത് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ആശാപ്രവർത്തകരുടെ പ്രതിഷേധ സംഗമങ്ങളിൽ അടക്കം കണ്ടിട്ടുള്ള പ്രേംകുമാറിനെ ഈ 3000 രൂപ ഓണറേറിയം ഉയർത്തിയതിനു ശേഷമുള്ള ആശമാരുടെ സന്തോഷ പ്രകടന വേദിയിലും നമ്മൾ കണ്ടതാണ്. അത്തരം സാമൂഹിക വിഷയങ്ങളിലും സാംസ്കാരിക വിഷയങ്ങളിലുമൊക്കെ ഇടപെടുന്ന പ്രേംകുമാർ വീണ്ടും അക്കാദമിയുടെ തലപ്പത്തേക്ക് എത്തുമോ? വനിതകൾക്കിടയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന പ്രധാനപ്പെട്ട പേര് പ്രിയങ്ക നായർ എന്ന പേരാണ്. നടിയും മോഡലുമായിട്ടുള്ള പ്രിയങ്ക കൃത്യമായി കോൺഗ്രസ് അനുഭാവി കൂടിയാണ്. നമുക്കറിയാം, ഇപ്പോൾ രമേശ് പിഷാരടിയെ പോലെയുള്ള ഒരാൾ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുകയും പാലക്കാട് നിന്ന് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരവധിയായ ആളുകൾ കോൺഗ്രസ് എന്ന സംഘടനയോടൊപ്പം നിൽക്കുകയും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇവിടെ ഇതാ പ്രിയങ്കയും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം സജീവമായിരുന്ന ആൾ ആണ്. ഒരു പക്ഷേ ഈ അക്കാദമിയുടെ തലപ്പത്തേക്ക് ഒരു ചെയർപേഴ്സൺ ആണ് കടന്നു വരുന്നത് എങ്കിൽ തീർച്ചയായും അവിടെ പ്രിയങ്കയ്ക്ക് വലിയ പരിഗണന ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്.
മറ്റ് 2 പേരുകൾ നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ് എങ്കിലും സാധ്യത കുറവ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിലൊന്ന് ജഗദീഷിൻ്റെതാണ്, മറ്റൊന്ന് സലീം കുമാറിൻ്റെതാണ്. ജഗദീഷ് നേരത്തെ തെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ അദ്ദേഹത്തിന് ധാരാളം സിനിമകൾ ഉള്ള സമയമാണ്, അതുകൊണ്ട് സിനിമാ തിരക്കുകൾ ഉണ്ട് എന്ന് ജഗദീഷ് തന്നെ പ്രതികരിച്ച പശ്ചാത്തലത്തിൽ ജഗദീഷിനെ പരിഗണിക്കുന്നുവെങ്കിലും സാധ്യത കുറവ് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. സലീം കുമാറാണ് മറ്റൊരു പേര്. സലീം കുമാർ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തടക്കം വലിയ ട്രോളുകൾ, തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് UDF-ന് വേണ്ടി LDF-നെതിരെ ട്രോളുകൾ കൊണ്ട് നിറയുന്ന പ്രസംഗങ്ങൾ ആയിരുന്നു. നിരവധി വേദികളിൽ കൃത്യമായി സലീം കുമാർ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചോദിച്ചിരുന്നു. അങ്ങനെ കൃത്യമായ ഒരു രാഷ്ട്രീയം സലീം കുമാറിനുണ്ട്. ആ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി കണക്കിലാക്കുമോ? പക്ഷേ ചില ആരോഗ്യ പ്രശ്നങ്ങൾ സലീം കുമാറിനുണ്ട് എന്നതുകൊണ്ട് തന്നെയും ഒപ്പം വലിയ സംഘാടനം ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഫിലിം ഫെസ്റ്റിവലൊക്കെ നടത്തുമ്പോൾ ഫുൾ ടൈം അതിന് പിന്നാലെ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നതുകൊണ്ടുകൂടി സലീം കുമാറിനെ ഒരു പക്ഷേ ഈ അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിച്ചില്ല എങ്കിൽ പോലും മറ്റു പ്രധാനപ്പെട്ട ഇടം ലഭിച്ചേക്കും എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. മറ്റൊരു പേര് എടുത്തു പറയാനുള്ളത് രവീന്ദ്രൻ്റെതാണ്. നമുക്കറിയാം പല തലമുറകളോടൊപ്പമുള്ള അഭിനയ പാരമ്പര്യം ഉള്ള നടൻ ആണ് രവീന്ദ്രൻ. അദ്ദേഹം ഒരു തിരക്കഥാകൃത്ത് കൂടിയാണ്. ഒപ്പം ഈ ഫിലിം ലിറ്ററസി കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ കൂടിയായിരുന്നു. മാത്രവുമല്ല അദ്ദേഹം നിരവധിയായ ചലച്ചിത്രമേളകൾ, അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലുകൾ ഇതിലൊക്കെ പങ്കെടുക്കുകയും അതിലൊക്കെ സാന്നിധ്യമാവുകയും ചെയ്തിട്ടുള്ള ആൾ കൂടിയാണ്. അപ്പോൾ സിനിമയ്ക്ക് പുറത്ത് ഈ സാംസ്കാരിക തലത്തിലും സിനിമയുമായി ബന്ധപ്പെട്ട മേഖലകളിലും ഒക്കെ ഏറെ അനുഭവ സമ്പത്തും പരിജ്ഞാനവുമുള്ള ആൾ കൂടിയാണ് രവീന്ദ്രൻ. അതുകൊണ്ട് തന്നെ രവീന്ദ്രനും ഒരു പക്ഷേ ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു, ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തിയേക്കാം എന്ന സൂചനകളാണ് ഉള്ളത്. നമുക്ക് ഡാനിലേക്ക് പോകാം. ഡാനിത, ഈ സൂചിപ്പിക്കപ്പെട്ട പേരുകൾ, ആ പേരുകൾ ആണ് ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഒരു പക്ഷേ അപ്രതീക്ഷിതമായി മറ്റാരെങ്കിലും ഒക്കെ കടന്നു വരുമോ അതും നമുക്കറിയില്ല. ഇതൊരു സർക്കാർ എടുക്കേണ്ട തീരുമാനമാണ്. എങ്കിൽ പോലും ഇവരിൽ ഏതൊക്കെ തരത്തിലുള്ള സാധ്യതകളാണ് കാണുന്നത്? പ്രത്യേകിച്ച് ഇനിയൊരു വിവാദങ്ങൾക്ക് അവസരം നൽകാൻ ഒരിക്കലും ഈ സർക്കാർ തയ്യാറാകില്ല. അത്രമേൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം. ചലച്ചിത്ര അക്കാദമിയിലേക്ക് പരിഗണിക്കപ്പെടുന്നവരുടെ പേരുകളും പട്ടികയുമാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഇതിൽ നിന്ന് ഒരാൾ തന്നെ ആയിരിക്കുമോ അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുക? അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഡാനാണ് തുടരുന്നത്. ഡാൻ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വിവാദങ്ങളിൽ പെട്ടുപോയിരുന്നു ഈ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ എന്ന് നമുക്കറിയാം. ഇനി അങ്ങനെ ഒരു അവസരം നൽകാതിരിക്കാൻ കഴിയുന്നത്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ശ്രമമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ പേരുകളിൽ നിന്ന് തന്നെ ഒരു പേരിലേക്ക് എത്തുമോ? അതിനപ്പുറത്ത് അപ്രതീക്ഷിതമായ ചില ആളുകൾ ഒരു പക്ഷേ അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് കടന്നു വരുമോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ ഡാൻ? സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടായതിന് പിന്നാലെയാണ് റസുൽ പൂക്കുട്ടി ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ ദിവസം രാജിവെച്ചത്. അതിന് പിന്നാലെ തന്നെ UDF ക്യാമ്പിൽ വളരെ സജീവമായി ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് ആര് എന്നതിനെ സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി ഉയർന്നു കേൾക്കുന്ന പേരുകൾ ജോയ് മാത്യുവിന്റെയും നടൻ സലീം കുമാറിന്റെയും ഫിലിം ലിറ്ററസി കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ രവീന്ദ്രന്റെയും അക്കാദമിയുടെ മുൻ ആക്ടിംഗ് ചെയർമാനായിരുന്ന പ്രേംകുമാറിൻ്റെതുമാണ്. അതോടൊപ്പം ദീപു കരുണാകരന്റെ പേരും ചർച്ചകളിൽ നിറയുന്ന സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഈ 5 പേരിൽ ഒരാൾ തന്നെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതയാണ് കൂടുതൽ. നമുക്ക് ഉറപ്പിച്ച് പറയാനാകില്ല, എങ്കിലും അതിന് തന്നെയാണ് സാധ്യത. അതിൽ ജോയ് മാത്യു കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി. അങ്ങനെ ഒരു ക്ഷണമുണ്ടായാൽ താൻ അത് സ്വീകരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം സലീം കുമാർ അടക്കം തെരഞ്ഞെടുപ്പ് വേളകളിൽ കോൺഗ്രസിന് അനുകൂലമായി എടുത്ത നിലപാടുകൾ വലിയ തരത്തിൽ ചർച്ചകൾക്ക്, അത് അഭ്യൂഹങ്ങൾക്കൊക്കെ വഴിവെച്ചിരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരുടെ പട്ടികയിൽ നടൻ സലീം കുമാർ കൂടി ഇടം പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇവർക്കൊപ്പം കൂട്ടിവായിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പേരാണ് വലത് സഹയാത്രികനായിരുന്ന ഇപ്പോഴും കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നടൻ ജഗദീഷിന്റെ പേര്. പക്ഷേ അദ്ദേഹം വ്യക്തിപരമായ ചില അസൗകര്യങ്ങൾ ഈ പാർട്ടിയുടെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന സൂചനകളുണ്ട്. അതുകൊണ്ട് ജഗദീഷ് സ്വയം പിന്മാറുകയാണ് അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള റേസിൽ നിന്ന് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അതേസമയം
പ്രേംകുമാർ അടക്കം നേരത്തെ അക്കാദമിയുടെ ആക്ടിംഗ് ചെയർമാനായിരുന്നു. അദ്ദേഹത്തെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിയതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ, സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഇടത് സഹയാത്രികനായിരുന്ന പ്രേംകുമാറിന്റെ ഭാഗത്തു നിന്ന് കേരളം കേട്ടതാണ്. തന്നെ അപമാനിക്കുന്ന തരത്തിലായിരുന്നു പരാമർശങ്ങൾ, പെരുമാറ്റമെന്നായിരുന്നു അദ്ദേഹം തുറന്നടിച്ചത്. അതുകൊണ്ട് തന്നെ പ്രേംകുമാർ കോൺഗ്രസ് ക്യാമ്പിലേക്ക് എത്തിയത് സ്ഥാനാർത്ഥിയായേക്കുമെന്നുള്ള സൂചനകളൊക്കെ അന്ന് നിലനിന്നിരുന്നതാണ്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അങ്ങനെയെങ്കിൽ പ്രേംകുമാറിനെ ഈ നിർണായകമായ ഒരു പോസ്റ്റിലേക്ക്, പദവിയിലേക്ക് UDF സർക്കാർ നിയോഗിക്കുമോ എന്നതിലാണ് ഇനി ഒരു വ്യക്തത വരാനുള്ളത്. എന്തായാലും 5 പേരും ആ സാധ്യതയിൽ ഒരുപോലെ മുൻപന്തിയിൽ തന്നെയാണ്. അവരിൽ ആർക്കായിരിക്കും നറുക്ക് വീഴുക എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് കലാപ്രേമികൾ. യെസ്, ഈ സൂചിപ്പിക്കുന്ന പോലെ ഈ നിലവിൽ പരിഗണിക്കപ്പെടുന്ന പേരുകൾ, ആ പേരുകളിൽ നിന്ന് ആരെയായിരിക്കും ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിക്കുക എന്നതാണ് അറിയേണ്ടത്. ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന പേരുകൾ, അവരുടെ സാധ്യതകൾ, അതാണ് ന്യൂസ് ട്രെൻഡ്സ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്.